നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, എന്തിനാ ഈ ഒളിഞ്ഞു നോക്കണ? അകത്തേക്ക് കേറി ചെല്ല്. ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നും അല്ല. എല്ലാരും കൂടി ഉപദേശിച്ച് അതിനെ ഈ കോലത്തിലാക്കി. ഇങ്ങനെ പോയ അധികം താമസിയാതെ വല്ല ഡി അഡിഷൻ സെന്ററിൽ ചെന്ന് എത്തും. ഓ, ഈ പറയുന്ന ആള് വലിയ പുണ്യാളനാണല്ലോ. പണ്ട് എവിടെയൊക്കെ കിടന്നിട്ടുണ്ടെന്നേ ഞങ്ങൾക്കറിയാം. അന്നത്തെ അനുഭവത്തിന്റെ ചൂടും നീറ്റലും ഇപ്പോഴും എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാ എനിക്ക് പേടി. അവക്കൊരബദ്ധം പറ്റി. അതിന് നിങ്ങളാരും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇക്കാലത്ത് ഇതത്ര വലിയ അത്ഭുതമൊന്നുമല്ല. എന്നെ വീണോ? എന്നെ തോടുണ്ടോ? തോടുണ്ടോ? തോൽപ്പിക്കാന്ന് വിചാരിക്കുക. മതിയമ്മ, അമ്മ ഇനി ഒന്നും പറയണ്ട. രണ്ടുപേരും ഇക്കാര്യം ഇനി എന്നോട് സംസാരിക്കുകയും ചെയ്യരുത്. എത്ര കൊല്ലായി നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ട്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാമേ. അതൊക്കെ അറിഞ്ഞിട്ടിപ്പ എന്തിനാ? കാര്യമുണ്ട്. മിനിമം ഒരു 10-28 കൊല്ലമെങ്കിലും ആയി കാണില്ലേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്? 30 കൊല്ലത്തോളമായി മോളെ. 30 കൊല്ലമായാലും 3 ദിവസമായാലും ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം കൊടുക്കുന്ന വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ. മരണം വരെ കൈവിടില്ല എന്ന്. മരണം വരെ കൈവിടില്ല എന്ന്. അച്ഛനാണ് ഇങ്ങനെ കിടന്നതെങ്കിൽ അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോകും. അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിക്കുമോ? പ്രതിസന്ധിയും പ്രയാസവും ഇല്ലാത്ത ജീവിതം ഉണ്ടോ അമ്മേ? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സന്തോഷം മാത്രമാണോ അച്ഛ ഉള്ളത്? കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം പരസ്പരം കൈപിടിച്ചും ചേർത്ത് നിർത്തിയും ജീവിതം പങ്കുവെച്ചിട്ടാ ഏതൊരു ഭാര്യയും ഭർത്താവും ജീവിതത്തോട് പൊരുതുന്നതും ജയിക്കുന്നതും. വീണു പോകുമ്പോ ചിലപ്പോ മനസ്സിന്റെ ശക്തി പോകും. അതെല്ലാവർക്കും പറ്റുന്നതാ. സുധേട്ടന് ഇപ്പൊ സംഭവിച്ചതും അത് തന്നെ. ആ സമയത്ത് പരസ്പര ബന്ധമില്ലാതെ പലതും പറഞ്ഞെന്നിരിക്കും. അത് മാത്രമേ സുധേട്ടനും പറഞ്ഞിട്ടുള്ളൂ. സുധേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന്റെ അബദ്ധം സുധേട്ടന് മനസ്സിലാവാൻ ചെയ്തു. അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വേണ്ട. ആരൊക്കെ കൈവിട്ടാലും എന്റെ സുധേട്ടന് ഞാനുണ്ടാവും. എന്റെ മരണം വരെ ആ കൈ പിടിച്ച് കൂടെ തന്നെ ഉണ്ടാവും.
You cheat! നിങ്ങൾ എന്തിനാ എന്റെ റൂമിൽ കയറിയത്? എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എഴുന്നേക്ക്. എന്താ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ മുറി വന്ന് കിടക്കാൻ? നിന്റെ മുറിയോ? ഇതെന്റെ മുറിയാ. നീ ഇന്നലെ ഇവിടെ എന്റെ കൂടെ കിടന്നുറങ്ങിയത് കണ്ടില്ലേ? മോള് കിടന്നുറങ്ങുന്നത്. ഞാനിങ്ങനെ ഇവിടെ വന്നു. നിങ്ങളാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അതറിയണമെങ്കിൽ കുറച്ചെങ്കിലും ബോധം വേണ്ടേ? എന്താ സംഭവിച്ചതെന്ന് നീ തന്നെ ഒന്ന് ഓർത്തു നോക്കാം. ഇന്നലെ പബ്ബിൽ നിന്ന് തന്നെ നിന്നെ ഇവിടെ വരെ കൊണ്ടുവരാൻ പെട്ട പാട് അതെനിക്ക് മാത്രമേ അറിയൂ. എന്തൊരു വെയിറ്റാണോ എനിക്ക്. സത്യം പറ, നിങ്ങൾ ഇന്നലെ രാത്രി എന്നെ എന്താ ചെയ്തത്? ഉറക്കത്തിൽ നിങ്ങൾ എന്റെ ബോഡി ടച്ച് ചെയ്തോ? സത്യം പറഞ്ഞ ഇന്നലെ നിന്റെ കിടപ്പ് കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി എന്നുള്ളത് സത്യം. നീ അബോധാവസ്ഥയിലായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ. നമ്മുടെ ബെഡ്റൂമിനകത്തല്ലേ, ആരും കേൾക്കില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. തനിക്ക് ഒടുക്കത്തെ കപ്പാസിറ്റിയാണ്. എന്നെ അടിയാടോ താൻ അടിച്ചത്? തന്റെ അരക്കെട്ടിൽ ഞാനിങ്ങനെ ചുറ്റിപ്പിടിച്ച് എത്ര പ്രയാസപ്പെട്ട ഞാൻ തന്നെ എഴുന്നേപ്പിച്ചെന്നറിയോ? ഞാൻ പിന്നെന്ത് ചെയ്യും? സ്വന്തം ഭാര്യ അടിച്ച് ഫിറ്റായി പബ്ബിൽ കിടക്കുന്നറിഞ്ഞാ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങള് മനഃപൂർവ്വം എന്നെ ഈ മുറി കൊണ്ടുവന്ന് കിടത്തിയത്. എന്നിട്ട് ഉറക്കത്തിൽ നിങ്ങൾ എന്റെ ബോഡി ടച്ച് ചെയ്തു. ഐ വിൽ ഷോ യു. ബോധമില്ലാതെ ആണെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഇന്നലെ ഒരുമിച്ച് കിടന്നുറങ്ങി. നിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാനും മോളുന്താ ഈ സൈഡിൽ മാറിയാ കിടന്നിരുന്നത്. പക്ഷേ രാത്രി AC-യുടെ തണുപ്പ് കൂടിയപ്പോ നീ എന്നെ കയറി കെട്ടിപ്പിടിച്ചു. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇങ്ങനെയാണെങ്കിൽ നീ പബ്ബിൽ പോകുന്ന മുടക്കണ്ട. പോകുന്ന ദിവസം നേരത്തെ എന്നെ ഇൻഫോം ചെയ്താൽ മതി. ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇതുപോലെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. ഒന്നുമില്ലെങ്കിലും ഇതുപോലെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാല്ലേ. അമ്മ ഇന്നലെ നമ്മളുടെ കൂടെയാണോ അച്ഛ കിടന്നുറങ്ങിയത്? അതേ മോളെ. ഇനി ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ കിടന്നുറങ്ങും അല്ലേ? നിങ്ങളുടെ കൂടെ കിടക്കാൻ എന്റെ പട്ടി വരും. യു ആർ എ ഫ്രോഡ്. കാണിച്ചു തരാ ഞാൻ. അക്ഷര, താങ്ക് യു. അച്ഛ, ഇനി അമ്മ എന്നും നമ്മളുടെ കൂടെ കിടക്കാൻ വരും? വരും. മോളുടെ കൂടെ കിടന്നുറങ്ങാൻ അമ്മ ഇനിയും വരും. മോളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പോരെ? അത് മതി. മോള് വാ, അച്ഛൻ ബ്രഷ് ചെയ്യിപ്പിക്കാം. ദേ, മധുരമൊക്കെ പാകത്തിനുണ്ടോ നോക്കിക്കോണം. ഇല്ലെങ്കിൽ ആവശ്യത്തിന് എടുത്തിട്ടോണം. ഹാ, അല്ലെങ്കിൽ തന്നെ മധുരം എന്തിനാ? കിളവനായില്ലേ? ഓ, സമ്മതിച്ചു. ഈ മേക്കപ്പ് ഒക്കെ ഒന്ന് അഴിച്ചു വെച്ചറിയാ ആർക്കാ പ്രായം കൂടുതലും. കിളവാ, വെറുതെ എന്നെ കയറി ചൊറിയാൻ വരല്ലേ. നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് വിളമ്പി തരാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല, കേട്ടല്ലോ. എന്നെങ്കിലും ഞാനൊരു ജോലിക്കാരിയെ വെച്ചാ നിന്നെപ്പോലൊരു സാധനത്തിന് എന്തായാലും വെക്കില്ല. ജോലിക്കാരിയെ വെക്കാനോ? ഏത് കൊട്ടാരത്തിലാണാവോ? സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയോ വീടോ എന്തേലും ഉണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ജോലിക്കാരി വെക്കാൻ നടക്കുന്നു. പിന്നെ സ്വന്തമായിട്ടുള്ളവരൊക്കെ അങ്ങ് വലിയ സന്തോഷത്തിലല്ലേ ജീവിക്കണം. നിന്റെ മേഡത്തിന് ഇവിടെ എന്തില്ലാത്തതിന്റെ കുറവാ.